അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയല്ലേ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. പിന്നെ എന്താണ് എല്ലാവരുടെയും വിശേഷം? എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല, കുറച്ച് ബിസിയായി. ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. പിന്നെ ഈ വീഡിയോ എന്ന് പറയണത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷോർട്സിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയതും അങ്ങനെ 6 ദിവസത്തെ ക്ലാസ് കിട്ടിയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മളത് നേടിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ 6:30ക്കാണ് ക്ലാസ്സിനൊക്കെ പോയിരുന്നത്. വീട്ടിലെത്തുമ്പോൾ 7:30 ആവും. അപ്പോൾ ക്ലാസ്സിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ്. നമ്മുടെ ടീച്ചറാണത്. ടീച്ചർ നല്ല രസകരമായിട്ട് ക്ലാസ് എടുക്കുന്നൊരു ടീച്ചറായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് യൂണിഫോമൊക്കെ കിട്ടി. പിന്നെ ആ കേക്ക് ബേക്ക് ചെയ്യുന്ന ക്ലാസ് അത് വേറെ ടീച്ചറാണ് എടുക്കുന്നത്. റീജ റാണി എന്ന് പറഞ്ഞ ടീച്ചറാണ്. അപ്പോൾ അതെല്ലാവരും നല്ല ആകാംക്ഷയോട് കൂടിയിട്ടൊക്കെ കണ്ട് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം പോലും കേക്ക് ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 35 പേരായിരുന്നു കേട്ടോ ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂൾ ജീവിതത്തിന് ശേഷം ഇങ്ങനൊരു ക്ലാസ്സിൽ പോയി നമ്മൾ മുമ്പത്തെ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ 4 മക്കളായിട്ടും നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫീല് എനിക്കുണ്ടായിട്ടാണ്. വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്കെന്നല്ല, ക്ലാസ്സിലുള്ള 35 പേരും ഒരുപോലെ ആയിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ആ ഒരു 6 ദിവസം. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സ്നേഹമുള്ള ഫ്രണ്ട്സുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് എടുക്കുന്ന മിസ്സാണ്. ഈ മിസ്സ് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. എനിക്ക് എത്ര എന്താ പറയുക, ഒരു ബോറടിക്കാത്തൊരു ക്ലാസ്. നല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, ചിന്തിക്കാനും ചിരിക്കാനുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു മിസ്സ്. പിന്നെ എനിക്ക് നമ്മൾക്ക് എന്താണോ ഇല്ലാത്തത്, അത് ഏതാണ് കുറവ് എന്നുള്ളതൊക്കെ ആ മിസ്സിൻ്റെ ഓരോ ക്ലാസ് കൊണ്ടും, അതേപോലെ അവരുടെ ഗെയിമുകളുണ്ട്, 2-3 തരം ഗെയിമുകളും ചെയ്തു. അപ്പോൾ ആ ഗെയിം കളിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിങ്ങനെ സിമ്പിളല്ലേന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അത് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമുക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭകന് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ അയാൾക്കുള്ള കുറവുകൾ എന്താണെന്ന് കണ്ടെത്താനായിരുന്നു ആ ഗെയിമുകൾ. ഒരുപാട് ഇഷ്ടമായി. അതേപോലെ നമുക്കതിൽ നിന്ന് ഒരുപാട് അറിയാനുണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് കിട്ടി. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു ക്ലാസ്സായി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു അനുഭവം ഉണ്ടായത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്ലാസ്സും കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് കാനറ ബാങ്കിൻ്റെ കീഴിലാണ് ഇത്. ഇവിടെ പലതരം കോഴ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ കോഴ്സാണ്. ഇതിന് ശേഷം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ട്. രാവിലെ 11 മണിയാകുമ്പോൾ ഒരു ടീ ബ്രേക്ക് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഫുഡിൻ്റെ ബ്രേക്ക്. അതേപോലെ 3 മണിയാകുമ്പോൾ വീണ്ടും ടീ ബ്രേക്കാണ്. അപ്പോൾ എല്ലാം സൗജന്യമാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു. അങ്ങനെ പലതരം കേക്കുകളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതറിയാത്തവരൊക്കെ ഓരോരുത്തരൊക്കെ അത് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവരതൊക്കെ വാങ്ങിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ തന്നെ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട് നിന്ന് അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് ദൂരത്തുനിന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാവരും 35 പേരും നല്ല കട്ട സപ്പോർട്ടുള്ള കൂട്ടുകാരായിരുന്നു. 35 പേരിൽ 7 ജെൻസും ബാക്കി ലേഡീസും ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു ക്ലാസ്സാണ്. പിന്നെ ബിസിനസ്സിനെ കുറിച്ച് പറയാനായിട്ട് സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങളെല്ലാ ഫ്രണ്ട്സും കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഗെയിമും എല്ലാം കളിച്ച് നല്ല രസമായിരുന്നു. എല്ലാവരും ഒരുപാട് ഹാപ്പിയായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്ഥാപനം നമുക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എത്ര പറഞ്ഞാലും മതി വരില്ല കേട്ടോ. ഇവരോട് നന്ദി പറഞ്ഞാലും മതി വരില്ല. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നല്ലൊരു അവസരമാണ്. ഈ ഒരു കേക്ക് മാത്രമല്ല കേട്ടോ, ബ്യൂട്ടീഷ്യൻ, അങ്ങനെ മറ്റേ ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ പല ഇതുകളും ഉണ്ട്. പേപ്പർ കവർ മേക്കിംഗ് ഒക്കെ ഉണ്ട്. അതിനെല്ലാം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം വീഡിയോയുടെ ലാസ്റ്റിൽ.
ഫുഡ് കഴിക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീലൊക്കെ ആയിരുന്നു. നല്ല രസകരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഫുഡാണ്. അപ്പോൾ ലാസ്റ്റ് ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു ഗെയിമൊക്കെ ചെയ്ത് അതിനുശേഷം സാറ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാറിന് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 6ാമത്തെ ദിവസം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല. അതിനായിട്ടൊരു വേറെ ദിവസം നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദിവസമാണ് നമ്മൾ വീണ്ടും എല്ലാവരും ഒത്തുകൂടിയൊക്കെയാണ്. അതൊരു വല്ലാത്തൊരിതായിരുന്നു. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും എല്ലാവരും ഒത്തുകൂടിയപ്പോൾ എല്ലാവരും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുവരെ ഉണ്ടായ നമ്മുടെ അനുഭവങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനിടയിൽ അനിത മിസ്സ് നമ്മുടെ ചാനലിനെ കുറിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ സാർ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാ. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സംരംഭകരാകാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസകളൊക്കെ അറിയിച്ച് അതിനുശേഷം ഓരോരുത്തരും ഇതുപോലൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ വീണ്ടും എല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ സാറ് വന്നു നമുക്കിതാ സർട്ടിഫിക്കറ്റ് തരാനായിട്ട് എല്ലാവരെയും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കാത്തിരുന്ന ഒരു സംഭവം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചാണെങ്കിലും നമ്മളത് നേടിയെടുത്താൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും പിരിയാണ്. ഇനി എല്ലാവരും ഇങ്ങനെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ ഇനിയും ഒത്തു കൂടും എന്നുള്ള ഒരു ഇതിൽ നമ്മളെല്ലാവരും വീഡിയോസും ഇതൊക്കെ എടുത്ത് എല്ലാവരും പരസ്പരം യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരും ഫോണിലൂടെ കോണ്ടാക്റ്റൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.